ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ പൊതുശ്മശാന നിർമ്മാണത്തിന്റെ പേരിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി MLAയും നഗരസഭാ ചെയർപേഴ്സണും നേർക്കുനേർ. ഫണ്ട് അനുവദിച്ച് പണികൾ പൂർത്തിയാക്കിയിട്ടും ചെയർപേഴ്സൺ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA ആരോപിച്ചു. ശ്മശാനം സ്വന്തം പേരിലാക്കാൻ MLA ശ്രമിക്കുകയാണെന്നാണ് ചെയർപേഴ്സൺ TP ഷാജിയുടെ മറുപടി. പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനത്തിന്റെ പേരിലാണ് MLA മുഹമ്മദ് മുഹസിനും നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജിയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി എത്തിയത്. മുഹസിനും TP ഷാജിയും തമ്മിൽ വർഷങ്ങളായുള്ള അസ്വാരസ്യങ്ങൾ പട്ടാമ്പിയിൽ പരസ്യമാണ്. വേദികളിൽ, പ്രസംഗങ്ങളിൽ ഇത് പ്രകടമായിരുന്നു. ഇപ്പോൾ പട്ടാമ്പി പൊതുശ്മശാന വിഷയത്തിലാണ് വീണ്ടും പോരാട്ടം നടത്തുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ അനുവദിക്കുകയും മിനുക്കുപണികൾ മാത്രം അവശേഷിക്കുന്ന പൊതുശ്മശാനം തുറന്നുകൊടുക്കാതെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും നഗരസഭാ ചെയർമാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും മുഹമ്മദ് മുഹസിൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. പട്ടാമ്പിയിലെ ശ്മശാനം യാഥാർത്ഥ്യമാക്കാനും കഴിയും. മുനിസിപ്പാലിറ്റിക്ക് എന്ത് താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണോ അത് വൈകിപ്പിക്കുന്നത്, അത് ആ നടപടി ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായി MLA ഫണ്ട് കൊടുത്ത് ആ ഫണ്ടിൽ അതിനെല്ലാ നടപടിയും സ്വീകരിച്ചു. ഇനി എന്തെങ്കിലും തടസ്സം, ഫണ്ടിന്റെ കുറവുണ്ടെങ്കിൽ ഇനിയും ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഫണ്ടിന്റെ പ്രശ്നമല്ല. ബോധപൂർവം വൈകിപ്പിക്കാൻ മുനിസിപ്പാലിറ്റി ഇടപെടുന്നുണ്ട്. ശ്മശാനം അടിയന്തരമായി തുറന്നു കൊടുക്കാൻ, MLA ഫണ്ട് പൂർത്തീകരിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുനിസിപ്പൽ AE അടക്കമുള്ളവരാണ് ഇതിന്റെ വർക്ക് നടത്തേണ്ടത്, MLA ഫണ്ട് ആണെങ്കിലും എന്നുള്ളത് കൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അതിലിടപെട്ട് അത് വൈകിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടാമ്പിയിലെ ശ്മശാനം MLA ഫണ്ടിൽ 1,05,00,000 രൂപ കൊടുത്തത് വളരെ വേഗത്തിൽ അത് തുറന്നു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി സഹകരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. തൊട്ടുപുറകെ MLAയുടെ ആരോപണത്തിന് മറുപടിയുമായി ചെയർമാൻ TP ഷാജി രംഗത്തെത്തി. ശ്മശാനം സ്വന്തം പേരിലാക്കാൻ MLA ശ്രമിക്കുന്നുവെന്നാണ് ചെയർമാൻ ഷാജിയുടെ തിരിച്ചടി. കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണി വൈകിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കളവാണ്. ശ്മശാനത്തിന് അനുവദിച്ച MP ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത് MLAയും MP ഫണ്ട് ഉപയോഗിക്കാതിരുന്നത് കഴിഞ്ഞ ഇടത് നഗരസഭാ ഭരണസമിതിയുമാണ്. പൊതുശ്മശാനം പൂർണ്ണമായി MLA ഫണ്ട് ഉപയോഗിച്ചല്ല ചെയ്തതെന്നിരിക്കെ നഗരസഭയോട് കൂടിയാലോചിക്കാതെ നഗരസഭയുടെയും MPയുടെയും പേര് മറച്ചുവെച്ച് MLAയുടേത് മാത്രമാക്കി ബോർഡ് വെച്ചുവെന്നും TP ഷാജി പറഞ്ഞു. പിന്നെ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കരാറുകാരനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കരാറുകാരനോട് വൈകിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നത് ശുദ്ധ കളവാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കരാറുകാരാണ് അവിടെ ഉള്ളത്. 2 കരാറുകാരുമായി ഒരു കാര്യവും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും അവരുമായി ഞാൻ ചെയ്തിട്ടില്ല. അത് സ്വതന്ത്രമായി MLA നേരിട്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് വഴി നടത്തുന്ന ഒരു പ്രവർത്തനം അത്രയും നമ്മളതിൽ കണക്കാക്കിയിട്ടുള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ കാലത്താണ് MP അതിലേക്ക് ഫണ്ട് അനുവദിച്ചത്. ആ MP ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് അന്നത്തെ നഗരസഭാ ചെയർപേഴ്സന് നിർദ്ദേശം നൽകിയത് MLA ആണ്. ആ MPയുടെ ഫണ്ട് വാങ്ങാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഓഫീസിൽ കാലതാമസം വരുത്തി വെച്ച് ഇത്രയും ദീർഘിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രവൃത്തി നടത്തിയതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഗവൺമെന്റും ഉള്ള സമയത്താണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.